ഇന്നലെ ഏതോ ഒരുത്തൻ്റെ ഒരു പോസ്റ്റ് കണ്ടായിരുന്നു. അവന് രാഹുൽ ഗാന്ധിയുടെ ഇത് കത്തിക്കണം അത്രേ. എടാ, രാഹുൽ ഗാന്ധി ആരാണ് നീ മനസ്സിലാക്കിയേ? സ്വന്തം അപ്പനെ നഷ്ടപ്പെട്ടവൻ, രാജ്യത്തിന് വേണ്ടി ചിന്നിച്ചിതറിയ ശരീര കഷ്ണങ്ങൾ അവൻ്റെ കയ്യിലേക്ക് വന്നേ. ഈ രാജ്യത്തോട് അവൻ ആദ്യം ശത്രുതയായിരുന്നു, അവൻ്റെ അപ്പനെ അങ്ങനെ കൊന്നതിൽ. പിന്നെ അവൻ അതിൽ നിന്ന് വിമോചനം നേടി ഈ രാജ്യത്തെ രക്ഷിക്കാനിറങ്ങി. അവൻ അധ്വാനിക്കുകയാണ്. അവൻ ലോകം മുഴുവൻ കീഴടക്കി, ഓരോ മനസ്സുകളും കീഴടക്കി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവൻ്റെ മുത്തച്ഛിയുടെ ചിതാഭസ്മത്തിൻ്റെ മുമ്പിലും അവൻ നിൽക്കുന്നുണ്ടടാ. അങ്ങനത്തെ ഒരുത്തൻ അവൻ. പിന്നെ അതുമാത്രമല്ല, അവൻ്റെ അമ്മ കൈത്തുമ്പിലേക്ക് അധികാരം വെച്ച് കൊടുത്തപ്പോൾ, പ്രധാനമന്ത്രി പദം വെച്ച് കൊടുത്തപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞ ഒരു അമ്മയുടെ മോനും കൂടി അവൻ ആദ്യത്തെ UPA ഭരണം കഴിഞ്ഞ് രണ്ടാം UPA കയറിയപ്പോൾ അധികാരം കൊടുത്തപ്പോൾ, അവൻ്റെ കയ്യിലേക്ക് എടുത്തു വെച്ചപ്പോൾ, പ്രധാനമന്ത്രി പദം എടുത്തു വെച്ച് കൊടുത്തപ്പോൾ വേണ്ട എന്നാ പറഞ്ഞേ. എനിക്ക് ജനങ്ങളുടെ കൂടെ ജനസേവനം ചെയ്ത് അവരുടെ കാര്യങ്ങൾ യഥാർത്ഥമായി കണ്ടറിഞ്ഞ് പഠിച്ചതിന് ശേഷം മതി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് കേരളത്തിലെ നേതാക്കന്മാരെ, നിങ്ങളുടെ അണികളെന്ന് പറയുന്ന കാശ് കൊടുത്ത് മേടിച്ച് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്ന, കൂലിക്ക് ചെയ്യിപ്പിക്കുന്ന ആളുകളോടാണ്. രാഹുൽ ഗാന്ധിയും അവൻ്റെ കുടുംബവും ഈ രാജ്യത്തിന് അവരുടെ രക്തമാണ് നൽകിയത്. അവൻ അധികാരക്കൊതിയില്ലാത്തവനാണ്. അവൻ്റെ അടുത്ത് നിങ്ങളുടെ വൃത്തികേടുകളുമായി ചെന്നാൽ അവനടിച്ച് പുറത്താക്കും. അതുകൊണ്ട് മര്യാദ. പിന്നെ ഈ കോലം കത്തിക്കുമെന്ന് പറഞ്ഞവനോട് സ്വന്തം അപ്പനെയും അമ്മയും ഒന്ന് ചിന്തിച്ച് നോക്കുക. അതിനുശേഷം രാഹുൽ ഗാന്ധിനെക്കുറിച്ച് നീ പഠിച്ചാൽ മതി. കേട്ടോടാ. ആ വ്യക്തി ആരാന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടതാണ് വീഡിയോയിൽ. വേണ്ടി വന്നാൽ ഞങ്ങൾ കത്തിക്കും. അത് മറ്റു പലരുടെയും പണമിറക്കി തരുന്ന ആ പണത്തിൻ്റെ ബലത്തിലാണ് നീ ഇത് പറയുന്നതെങ്കിൽ നീ ആദ്യം പോയി രാഹുൽ ഗാന്ധി ആരാണെന്ന് പഠിച്ചിട്ട് വാ. അത് കഴിഞ്ഞ് മതി നിൻ്റെ കത്തിക്കലൊക്കെ.